ഹലോ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാർ എൻ്റെ വീട്ടിൽ വന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെനിക്ക് ഇന്ന് വരെ ഞാൻ വീഡിയോസ് ഇട്ടതിൽ ഒന്നിൽ പോലും എനിക്ക് ഈ 17 കമൻറ്റ് വന്നിട്ടില്ല കേട്ടോ. അതിന് ഒരുപാട് താങ്ക്സ് നിങ്ങളോടുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇത്രയും കമൻസ് കിട്ടിയത്. അപ്പോൾ അതിനെല്ലാത്തിനും 16 എണ്ണത്തിനും ഞാൻ ഫോണിൽ കൂടി തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ അവർക്ക് മറുപടി കൊടുത്തു. പക്ഷെ പിന്നെ വന്ന ഓരോ കമൻറ്റിന് എനിക്ക് മറുപടി കൊടുക്കാൻ തോന്നിയില്ല. ഇങ്ങനെ ഒരു വീഡിയോ ആക്കി മറുപടി കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ പേര് ആൻ്റണി ജോയി എന്നാണ് കമൻ്റ് ഇട്ടിരിക്കുന്ന ആൾ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതിൽ കയറി നോക്കുമ്പോൾ ഫേക്ക് ഐ ഡി ആണെന്ന് തോന്നുന്നു. സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്ന എന്നെപ്പോലെയുള്ള ആൾക്കാരുടെ വീഡിയോസിനടിയിൽ വന്നിട്ട് കമൻ്റ് ഇടാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, എൻ്റെ ബുദ്ധി അത്രേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കേരളമാണ്, ഹരിതകർമ്മ സേന കേരളത്തിൽ എല്ലാ ജില്ലയിലും ഉണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഉണ്ടായിരിക്കാം, കേരളത്തിലെ 14 ജില്ലകളിൽ ഹരിതകർമ്മ സേന ഉണ്ടായിരിക്കാം, ഉണ്ട്. സുഹൃത്തെ, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് അറിയാവുന്നതും ഞാൻ അനുഭവിച്ചതുമായ അല്ലെങ്കിൽ എൻ്റെ ചുറ്റിനും നടക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. അറിയാത്ത ഒരു കാര്യത്തിനും ഞാൻ അഭിപ്രായം പറയുകയോ അതിന് വീഡിയോ ഇടുകയോ ചെയ്യാറില്ല. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് മാത്രം എന്താ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതായത് നിങ്ങൾ ഇതുവരെ നിങ്ങൾ പഞ്ചായത്തുമായി നാട്ടിലെ അയൽവാസികളുമായി ഒരു ബന്ധവുമില്ല. സുഹൃത്തെ, നമ്മൾ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി ചെല്ലുമ്പോൾ, അതായത് ഒരു ഡോക്ടർ ഒരു നാട്ടിലേക്ക് ഒരു പഞ്ചായത്തിലേക്ക് ട്രാൻസ്ഫറായി ചെല്ലുമ്പോൾ അവിടുത്തെ പഞ്ചായത്തും അതുപോലെ അവിടെ ചുറ്റുപാടുമുള്ള ആൾക്കാരും മാറിയും. അതൊരു ഡോക്ടറാണ്, അതൊരു നേഴ്സാണ്, അതൊരു പോലീസാണ്, അല്ലെങ്കിൽ അത് ഇന്ന ഓഫീസിൽ ജോലിക്ക് വന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. പിന്നെ അയൽവാസികളുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത്, നമ്മുടെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ ഒരു 18 വീട്ടുകാരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ നല്ല സ്നേഹബന്ധത്തിൽ തന്നെയാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതേ, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക്, എന്നെപ്പോലെ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് എന്ത് സംഭവിക്കാം? വീടിന് ചുറ്റിനും എനിക്ക് വീട്ടിൽ ക്യാമറയുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരാവശ്യം വന്നാൽ രാത്രിയോ പകലോ നമ്മളൊന്ന് വീണു, അല്ലെങ്കിൽ നമുക്ക് സുഖമില്ല, എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ നമുക്ക് ആദ്യം വിളിക്കുന്നത് നമ്മൾ ദൂരെ കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ അല്ല, നമ്മുടെ അടുത്ത് കിടക്കുന്ന വീട്ടുകാരെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാം ഫോൺ നമ്പർ കളക്ട് ചെയ്ത് വയ്ക്കും. പിന്നെ ഒരു സമൂഹത്തിൽ ഒരു വിലയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കാൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്വീകാര്യത ലഭിക്കാറുണ്ട്. പിന്നെ ബന്ധമൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഒരു നാട്ടിൽ പോയി ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്ന അയൽവക്കക്കാരോടൊന്നും ബന്ധമില്ലാതെ പരിചയപ്പെടാതെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ട് 3 വർഷമായി. ഇവിടെ ഡാമുണ്ട്, ഇവിടെ പുഴയുണ്ട്, ഇവിടെ മലയുണ്ട്, നമ്മുടെ കോട്ടയം പ്രദീപ് ചേട്ടൻ പറഞ്ഞിരിക്കുന്ന കണക്ക് ഇവിടെ കനാലുണ്ട്. എൻ്റെ ജോലി കഴിയുന്നുള്ള സമയങ്ങളിൽ ഞാൻ ഇവിടെയുള്ള കുട്ടികളുമായിട്ടും, നമ്മൾ അങ്ങനെയാണല്ലോ വാർദ്ധക്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളും കുട്ടികളാവും.
എന്നാണ് പണ്ട് ഉണ്ണായി വാര്യർ ഉണ്ടോണ്ടിരുന്നപ്പോൾ പറഞ്ഞത് ഇല്ലേ? അപ്പം നമ്മൾ അങ്ങനെ എല്ലാവരായിട്ടും ബന്ധം സ്ഥാപിച്ച് ഞാൻ മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് കയറി കാണും സുഹൃത്തെ. ഞാൻ മീൻ പിടിച്ചാൽ ഞാൻ മീനൊക്കെ അത് ഉപജീവനമാർഗമാക്കുന്ന ചേട്ടന്മാർക്കോ അതേപോലെ മീൻ കൊതിയന്മാരായ എൻ്റെ കുഞ്ഞു കൂട്ടുകാരുണ്ട്, ആൺകുട്ടികളുണ്ട്, അവന്മാർക്കൊക്കെ കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ ഇവിടെ ആരും അറിയാതെ ഒളിച്ചു പാത്ത് വന്ന് ജീവിക്കുന്ന ഒരു ജീവിയല്ലാന്ന്. പിന്നെ ഇതുപോലെയുള്ള പൊള്ളയായ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് കുറേ ആൾക്കാർ വിശ്വസിക്കും. വിശ്വസിച്ചു. എന്നാൽ അതിൽ കൂടുതൽ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടേ വിശ്വസിക്കുകയുള്ളൂ. നല്ലത് അങ്ങനെ തന്നെ വേണം. പറ്റിക്കപ്പെടരുത്. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്, ഓർമ്മ വേണം. പറ്റിക്കപ്പെടരുത്, പറ്റിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കലാപരിപാടികൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിച്ചുകൂടെ? പിന്നെ കലാപരിപാടികൾ, ഞാൻ ചെയ്യുന്ന കലാപരിപാടികൾ എന്താന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് പറയാലോ. നിങ്ങൾക്ക് നിങ്ങളുടെ പണം, നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ സുഖം, നിങ്ങളുടെ സ്വാർത്ഥത, പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങളുടെ പണം, നിങ്ങളുടെ സുഖം. ആശ്വാസമായി. നാട്ടുകാരുടെ പണം അത് വാങ്ങിച്ച് സുഖമായി നിങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. സുഹൃത്തെ, മാന്യമായ 10 പേര് കേട്ടാലും 10 പേരുടെ മുന്നിൽ ചെന്നാലും ബഹുമാനം തരുന്ന ഒരു ജോലി എനിക്കുണ്ട്. അതിൽ നിന്ന് 30-31 ദിവസം പണിയെടുത്തിട്ട് എനിക്ക് കിട്ടുന്ന പണമാണ് എൻ്റെ പണം. അല്ലാതെ ഞാൻ ഒരു സ്ഥലത്തും പോയിട്ടോ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടോ പിച്ചയെടുത്തോ യാചിച്ചോ ഉണ്ടാക്കുന്ന പണമല്ല. അത് കൊടുത്ത് ഞാൻ 20 വയർ ഒരു ദിവസം പോറ്റുന്നുണ്ട്. പിന്നെ ഒരാളുടെ മുന്നിലും തല കുനിച്ച് നിൽക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നാളെ അങ്ങനെ തന്നെ വേണം എന്നുള്ള ഒരു തീരുമാനവും ഉണ്ട്. പിന്നെ സ്വാർത്ഥത, അതേ സ്വാർത്ഥതയാണ്. എൻ്റേത് മാത്രം, എനിക്ക് മാത്രം, ഇതെല്ലാം എൻ്റെ എന്ന് ചിന്തിക്കുന്ന പലരിൽ ഒരാളാണ് ഞാനും. എനിക്കുമുണ്ട് എൻ്റേതായിട്ടുള്ള വിശ്വാസവും എൻ്റേതായിട്ടുള്ള കടമകളും എൻ്റേതായിട്ടുള്ള പ്രവൃത്തികളും. അത് എൻ്റെ സ്വാർത്ഥതയാണ്. വഴിവെക്കിലും ബസ് സ്റ്റാൻഡുകളിലും തെരുവോരങ്ങളിലും കിടക്കുന്ന തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്തവർക്ക് സുരക്ഷിതമായ ഒരു ഇടം കണ്ടെത്തി കൊടുക്കുന്നതും, കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് അവർക്കൊരു നേരത്തെ അന്നം വാങ്ങിച്ചു കൊടുക്കുന്നതും, നിങ്ങളെപ്പോലെയുള്ള വലിയ വലിയ ആൾക്കാരുടെ വീടുകളിൽ നടക്കുന്ന ഫങ്ഷനുകളിൽ വന്നിട്ട് മിച്ചം വരുന്ന ഫുഡ് എടുത്തുകൊണ്ട് വന്ന് പാവങ്ങൾക്ക് കൊടുക്കുന്നതും അതും എൻ്റെ സ്വാർത്ഥതയാണ്. അതിന് നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അസൂയ? നിങ്ങൾക്കും ചെയ്യാൻ പാടില്ലേ? അതിനല്ലേ ഞാൻ പറയാറുള്ളത്. ഞാൻ ചെയ്യുന്നത്, ഞാൻ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരാളെങ്കിലും ഫുഡ് വേസ്റ്റ് ചെയ്യാതെ പാവങ്ങൾക്ക്, വിശക്കുന്നവർക്ക് കൊടുക്കണം. അതിനു വേണ്ടിയാണ് സുഹൃത്തെ. ഞാൻ ഒരിക്കലും കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ, ഹരിതകർമ്മസേനയിലെ പെണ്ണുങ്ങൾ ഇവിടെ വന്ന് കാശ് ചോദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ ആക്ഷേപിച്ച് സംസാരിച്ചില്ല. നിങ്ങൾ ഈ 14 ജില്ലകളിൽ ഇറങ്ങി നിങ്ങൾ അന്വേഷിക്കൂ. ഈ ഹരിതകർമ്മ സേനയിലെ പെണ്ണുങ്ങൾ വന്നിട്ട് എല്ലാ ദിവസവും എല്ലാ വീടുകളിലും ഫുഡ് വേസ്റ്റ് എടുക്കുന്നുണ്ടോ എന്ന്. എങ്കിൽ നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ സമ്മതിച്ചു തരാം. വെറുതെ ഇരുന്നുകൊണ്ട് ഒരു ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് വെറുതെ ഇരുന്നുകൊണ്ട് ഇങ്ങനത്തെ ഊളത്തരം കമൻ്റ് ഇടാൻ ആർക്കും പറ്റും. പിന്നെ കലാപരിപാടികളുടെ കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾക്ക് രസിക്കുന്ന രീതിയിലുള്ള കലാപരിപാടികൾ ചെയ്യാൻ എനിക്ക് അറിയില്ല. എനിക്ക് ഒരു റീൽ എടുക്കണമെങ്കിൽ തന്നെ എനിക്കൊരു പാട്ടിട്ടാൽ എനിക്ക് എൻ്റെ ലിപ് മൂവ്മെൻറ്റ് പോലും വരില്ല. മനസ്സിലായോ? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല സുഹൃത്തെ. അല്ലെ പണ്ട് ഞാൻ സിനിമയിലൊക്കെ കയറിയാനേ. എനിക്ക് സിനിമ ഫീൽഡിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അഭിനയം വരില്ല, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഉള്ളത് കലാപരിപാടികൾ എന്താ?
അത് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് കോപ്പി അടിക്കാൻ പാടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ, കീഴ്വായ കൊണ്ട് കപ്പ ഭക്ഷിക്കുന്ന സ്ത്രീകളും ലൈവിൽ വന്നിട്ട് അല്പവസ്ത്രധാരികളായ ഡാൻസ് കളിച്ച് ഈ കേരളക്കരയെ മുഴുവനും വിശുദ്ധിയിലേക്ക് നയിക്കുന്ന വിശുദ്ധയായ സ്ത്രീകളും ഇത് കാണിക്കുന്നു. ഇത് ക്രീം തേച്ചിട്ടല്ല വെളുത്ത്, ഇവിടെ കയ്യിൽ ഇത്ത് ശരീരം മുഴുവനും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്ത് കാശുണ്ടാക്കണം. ആ കാശും കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെ എൻ്റെ സ്വപ്നത്തിലേക്ക് ഞാൻ എത്താൻ എനിക്ക് അങ്ങനത്തെ വൃത്തികേട് ഏതായാലും തൽക്കാലം ചെയ്യണ്ട.